ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ബാംബു ഫാർം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വുഡ് ഫാർം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഇത് ഒരു ഫാക്ടറി ബേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് ക്രോപ്സ് ഒക്കെ ഫാർം ചെയ്യണ്ടേ. ക്രോപ്സ് ഫാർം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇത് വില്ലേജസിനൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ എല്ലാ ക്രോപ്സും ഫാർം ചെയ്യാൻ വേണ്ടി വില്ലേജസ് നമുക്ക് പംകിനും മെലണൊന്നും ഫാർം ചെയ്യാൻ വേണ്ടി വില്ലേജസ് വേണ്ട. പക്ഷെ മിക്ക ബീട്രൂട്ട്, വീറ്റ്, ക്യാരറ്റ്, പൊട്ടാറ്റോ ഇതൊക്കെ ഫാർം ചെയ്യാൻ വേണ്ടി വില്ലേജസ് വേണം. പക്ഷെ വില്ലേജസ് വരുമ്പോൾ 150 ബ്ലോക്കിൽ കൂടുതലില്ലെങ്കിൽ നമ്മുടെ ഈ അയൺ ഫാം ബ്രേക്ക് ആകും. അതിനാൽ നമുക്ക് ഈ ഫാക്ടറി ബേസ് ഒന്നിട്ട് പൊളിച്ച് അങ്ങോട്ട് നീക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മൾ അയൺ ഫാർം എടുത്ത് വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നീക്കി വെക്കാം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വില്ലേജർ വീടിൻ്റെ അപ്പുറത്തൊരു ഐലൻഡ് ഇല്ലേ, അവിടെ ഞാൻ കുറച്ച് ക്ലിയർ ആക്കി അത് അങ്ങോട്ട് ഞാൻ എൻ്റെ അയൺ ഫാർം ഉണ്ടാക്കി വെക്കുവാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്തുള്ള ഡുങ്ഡുങ്ങന്മാരെല്ലാം കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അയൺ ഫാർമിനകത്തുള്ള വില്ലേജേഴ്സിനെല്ലാം അതിനകത്തേക്ക് കൊണ്ടുപോയിടണം. അതിന് നമുക്ക് റെയിലും ബോട്ടും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ അയൺ ഫാർം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യത്തിന് എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെക്കാളും എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്നുണ്ട്. അങ്ങനെ തന്നെ. ഓക്കെ, നമുക്കിനി ഈ റെയിലൊക്കെ പൊട്ടിച്ച് മാറ്റണം. ഞാനിത് ഇവിടം വരെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബോട്ട് വെച്ച് ഞാൻ താഴേക്ക് പുഷ് ചെയ്ത് താഴെ ഇടുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ റെയിൽ മുഴുവൻ പൊട്ടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിത് ഇവിടുത്തെ റെയിൽ മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത് കുറവായിരിക്കും. ഇന്ന് 3 മിനിറ്റ് 4 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് എനിക്ക് തീരെ വയ്യ, എനിക്ക് തലവേദനയാണ്. സോറി നോട്ടിഫിക്കേഷൻ വന്നതിന്. ഓക്കെ, നമുക്ക് ഇപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ തലവേദനയാണ്. പിന്നെ എനിക്ക് ഭയങ്കര കഫക്കെട്ടുമാണ്. എനിക്ക് അധികം നേരം എനിക്ക് ഒന്നാമത് പനിയല്ല, എൻ്റെ വായ മുഴുവൻ ഒരുമാതിരി മുറിഞ്ഞിരിക്കും. വീണൊന്നുമല്ല, തനിയെ മുറിഞ്ഞതാണ്. ഞാൻ പോയി കടിച്ച് മുറിഞ്ഞ് എനിക്ക് അധികം നേരം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഇത് തന്നെ അങ്ങനെ കഷ്ടപ്പെട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.